പ്രിയ സുഹൃത്തുക്കളെ, എല്ലാ പേർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അനന്തപുരി ശ്രീ അനന്തപത്മനാഭ ക്ഷേത്രത്തിന് മുൻവശത്താണ്. ഇന്ന് മകരവിളക്കോടനുബന്ധിച്ച് ഇവിടെ ലക്ഷദീപം നടക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ലക്ഷദീപമാണ് ഈ അനന്തപുരിയിൽ ഇപ്പോൾ നടക്കുന്നത്. വളരെ ഭംഗിയായി അലങ്കരിച്ച ലൈറ്റ് സംവിധാനങ്ങളും മറ്റും സ്വർണ്ണവർണ്ണ നിറത്തിൽ പ്രതിജ്വലിക്കുന്ന ശ്രീ അനന്തൻ ക്ഷേത്രവും ഇഷ്ടം പോലെ ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ ഈ പ്രദേശം വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാരും തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ വക്താക്കളും ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരികളും ഇത് വളരെ ഭംഗിയായിട്ട് തന്നെ ഒരുക്കിയിരിക്കുന്നു. അനന്തപുരിക്കാർക്ക് ഇതൊരു മഹാ ഉത്സവം തന്നെയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെയും ഈ ഭക്തി നിർഭരമായ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ തിങ്ങി നിറഞ്ഞ് ഒഴുകുന്നത്. വളരെയധികം ജനസാന്ദ്രത തന്നെ ഇവിടെ അനുഭവപ്പെടുന്നു. ഈ വീഡിയോ ചിത്രീകരിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായ ഒരു രീതിയായിരുന്നു. ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ അനുവാദത്തോടെ മുന്നിലേക്ക് പോകാൻ കഴിഞ്ഞു. അങ്ങനെ ഇത് ഏറെക്കുറെ ഭംഗിയായിട്ട് ചിത്രീകരിക്കാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. ലൈറ്റിൻ്റെ പ്രകാശവും മറ്റും ഇവിടുത്തെ പഴയ രാജകുടുംബത്തിലെ കൊട്ടാര സമൃദ്ധമായ ഈ ഏരിയയും 4 കോട്ടകളാണ് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ ഇതിൻ്റെ പുറം ഭാഗത്തുള്ളത്. കിഴക്കേ കോട്ട, അതുപോലെ തന്നെ തെക്കേ കോട്ട, വടക്കേ കോട്ട, പടിഞ്ഞാറേ കോട്ട. ആ കോട്ടകൾക്ക് ഉള്ളിലാണ് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ ഭക്തിനിർഭരമായ അന്തരീക്ഷമാണ് ഈ ഏരിയയിൽ. ഇവിടെ നല്ല തെരുവുകളും നല്ല രീതിയിലുള്ള ഒരു ഭംഗിയുള്ള പ്രദേശം തന്നെയാണ് ഈ കോട്ട ചുറ്റുപാടും. പത്മതീർത്ഥക്കുളവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ പടിഞ്ഞാറേ കോട്ടയ്ക്ക് അകത്തും ഒരു കുളമുണ്ട്. അത് നമ്പിമാരാണ് ഉപയോഗിക്കുന്നത്. ഇതിന് മുന്നിൽ ഇവിടെ ഒരു ഭസ്മക്കുളം ഈ പത്മതീർത്ഥത്തിന് വലതു ഭാഗത്തായിട്ടുണ്ടായിരുന്നു. അത് കാലക്രമേണ ആരുടെയൊക്കെ കൈകടത്തൽ കൊണ്ട് അത് നശിച്ചുപോയി. ഇപ്പോൾ അവിടെ വേറെ ഏതോ ഒരു സ്ഥാപനം വർക്ക് ചെയ്യുകയാണ്. വളരെ നല്ല തിരക്കുള്ള ഒരു ചടങ്ങ് തന്നെ ഇവിടെ നടക്കും. അനന്തപുരിക്കാർക്ക് എന്നും എല്ലാ ദിവസവും എന്തെങ്കിലും പ്രത്യേകതയുള്ള ഉത്സവങ്ങളോ അല്ലെങ്കിൽ തന്നെ കലാപരിപാടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ സമരമോ എന്തെങ്കിലും തന്നെ ഇവിടെ ഉണ്ടായിരിക്കും. അനന്തപുരിക്കാർ ഇതെല്ലാം വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വെറുപ്പ് ചില കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും
അവർ ഇതെല്ലാം ഉൾക്കൊണ്ട് ഇവിടെ അനന്തപുരിയിൽ ജീവിക്കുന്നു. അനന്തപുരിക്ക് പുറത്തുള്ള ആൾക്കാരും ഇവിടെ വരുന്നു. ഇതാണ് മഹിഷമണി. 7:25 ഇപ്പോൾ. 2 ആടുകൾ തമ്മിൽ വന്ന് മുട്ടുന്ന ഒരു മണിയാണത്. അതുകൊണ്ട് ഇതിനെ മഹിഷമണി എന്ന് അറിയപ്പെടുന്നു. ഇപ്പോൾ ആ ആടുകളുടെ പ്രവർത്തനമില്ല, വെറും മണി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. പണ്ട് ഇതിൽ നിന്നും ഓരോ മണിക്കൂറും ഓരോ അരമണിക്കൂറും ഇടവിട്ട് ആടുകൾ വന്നിടിച്ച് ശബ്ദമുണ്ടാക്കുന്നു. ഒരാളുടെ മുഖത്ത് കവിളിൻ്റെ 2 ഭാഗത്തായിട്ട് 2 ആടുകൾ വന്നിടിച്ചാണ് ശബ്ദമുണ്ടാകുന്നത്. കാണാൻ തന്നെ വളരെ ചേലുള്ള ഒരു നല്ല കാര്യമായിരുന്നു. 1780 വർഷക്കാലം മുമ്പാണ് ഈ ക്ഷേത്രം പത്മനാഭദാസൻ എന്ന് അറിയപ്പെട്ട് തുടങ്ങിയത് ശ്രീ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതലാണ്. ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ എല്ലാ പിന്മുറ തലമുറയിലുള്ള എല്ലാ രാജാക്കന്മാരും പത്മനാഭദാസന്മാരായി ഇനി അറിയപ്പെടും എന്ന് 1750 ആ കാലഘട്ടത്തെ വിളംബരം ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നുവരെയും തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ രാജതലമുറയിലുള്ള എല്ലാ പേരും പത്മനാഭദാസന്മാരായാണ് കരുതുന്നത്. ജനങ്ങളുടെ കഷ്ടത ഉണ്ടാവുന്ന കാലത്ത് അവർക്ക് സംരക്ഷണത്തിനും അവരുടെ നിത്യോപയോഗത്തിനും വേണ്ടി വലിയൊരു സമ്പത്ത് തന്നെ ഇവിടെ അന്നത്തെ രാജാക്കന്മാർ കരുതിയിട്ടുണ്ടായിരുന്നു. ഇന്നും ലോകത്ത് തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു ക്ഷേത്രമാണ്. വളരെ ചിട്ടയോടെയും ഭംഗിയോടെയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നു. എന്നിരുന്നാൽ തന്നെയും ഈ പല രാജ്യങ്ങളിലേക്ക് സന്ദർശിക്കുന്ന തിരുവനന്തപുരത്തുള്ള മലയാളികൾ പലരും ഇന്നും ആ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം കണ്ടിട്ടില്ല എന്നുള്ളത് വളരെ ആശ്ചര്യം തോന്നുന്നു. അവർക്ക് എന്തുകൊണ്ടോ അവിടെ പോകാൻ കഴിയാത്തതുകൊണ്ടോ എന്നറിയില്ല. ഒരുപാട് രൂപ മുടക്കി പല വലിയ ക്ഷേത്രങ്ങളും കാണാൻ പോവുകയാണെങ്കിലും സ്വന്തം നാട്ടിൽ കിടക്കുന്ന ക്ഷേത്രം കാണാൻ അവർ ശ്രമിക്കാത്തത് കൊണ്ടോ അതോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആണെന്നറിയില്ല. ഷർട്ട് ധരിക്കാൻ പാടില്ല, മുമ്പെടുക്കുക, സ്ത്രീകൾക്ക് സാരി ഉടുത്ത് പ്രവേശിക്കുക. ക്ഷേത്രത്തിനകത്ത് തന്നെ നല്ലൊരു അന്തരീക്ഷമാണ്. ഭഗവാൻ 3 നടകളിലായിട്ടാണ് കിടക്കുന്നത്. അനന്തശയനത്തിലാണ് കിടക്കുന്നത്. അത് വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ വലിയ തിരക്കാണ്. അയ്യപ്പ സീസൺ കഴിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്ത് ഇപ്പോൾ അടുക്കാൻ തന്നെ കഴിയില്ല. അയ്യപ്പന്മാരുടെ ഒരു വലിയ തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെടുന്നു. പല സ്റ്റേറ്റുകാരും ഇവിടെ വന്നു പോകുന്നു. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര ഇത്തരം സ്റ്റേറ്റുകളിൽ നിന്നും അനേകം അയ്യപ്പന്മാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. എല്ലാവർക്കും വളരെ ഭംഗിയായിട്ട് തൊഴാനും ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അവർക്കുള്ള ഭക്ഷണകാര്യങ്ങൾ എല്ലാ സംവിധാനങ്ങളും ഇതിന് ചുറ്റുപാടുള്ള വലിയ നല്ല ഹോട്ടലുകളുണ്ട്. വെജിറ്റേറിയൻ ഹോട്ടലുകളാണ്. നല്ല രുചികരമായ വെജിറ്റേറിയൻ വിഭവങ്ങൾ ഈ ഇവിടുത്തെ ഹോട്ടലുകളിൽ നിന്ന് ലഭിക്കുന്നു. എല്ലാവർക്കും വളരെ സംതൃപ്തിയും സന്തോഷവുമാണ് ഈ ഒരു ദിവസം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒരു ലൈക്കും ഷെയറും നിങ്ങളുടെ പ്രിയപ്പെട്ട കമൻറ്റും രേഖപ്പെടുത്തി ഈ വീഡിയോ വിജയിപ്പിക്കുവാൻ വേണ്ടി
നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. സ്നേഹത്തോടെ ശ്രീ സുരേഷ് കുമാർ നന്ദനം. നന്ദി, നമസ്കാരം.